ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗാണ് എടുക്കുന്നത്. അപ്പം ഇപ്പം ഉച്ച ആയി. അപ്പം ഉച്ചയ്ക്ക് കരിമീൻ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. കരിമീൻ കിട്ടിയപ്പോഴത്തേന് ഞാൻ ഒരെണ്ണേ പൊള്ളിക്കുന്നുള്ളൂ. അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരമായിട്ട്. അപ്പം നമുക്ക് ക്ലീനിങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്താണ് അത് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ കരിമീൻ്റെ ആ ഒരു പുറത്ത് കുറച്ച് കറുത്ത ഇങ്ങനെ ആ ഒരു കറുപ്പ് ഭാഗമില്ലേ, അത് മിക്കവാറും ഇവിടെ മറ്റുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പം അത് അത്രയും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വരത്തില്ല. ഇങ്ങനെ ആ കറുപ്പ് ഭാഗം പിന്നെയും കുറച്ചുകൂടെ ഇതായിട്ട് കാണും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാളംപുളി വെള്ളത്തിൽ അതിട്ട് ഒരു 10-20 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞ് നമ്മുടെ കത്തി കൊണ്ട് ചിരണ്ടി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അങ്ങ് ഒരുമാതിരി ഒരു 90-95% അതങ്ങ് പോകും. ഇത്തവണ പക്ഷെ കുറേയൊക്കെ പോയാ വന്നത്. എന്നാലും ഈ കരിമീനിനൊക്കെ ആ ഒരു ഉളുമ്പും ആ ഒരു ഇതുമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വാളംപുളി വെള്ളത്തിൽ അല്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിൽ, മറ്റുള്ള മീനുകളൊക്കെ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിനാഗിരി വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. പക്ഷെ ഞാൻ കരിമീൻ എപ്പോഴും വാളംപുളി കുതിർത്ത വെള്ളത്തിനകത്ത് ഇട്ട് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം അതിങ്ങനെ ചിരണ്ടി അതിൻ്റെ മുകളിൽ കുറച്ചൊക്കെ കറുപ്പ് ഭാഗം മാത്രമേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല. അപ്പം അത് ഇങ്ങനെ പെട്ടെന്ന് ഇളകി പോകും. അപ്പോൾ കുറച്ചുകൂടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആകും മീൻ. അപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരിയൊക്കെ പോയതാണെങ്കിലും ഞാൻ കുറച്ച് നേരം ഇട്ട് വെച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുള്ളൂ, വലുതൊന്നുമല്ല. കാരണം 3 കരിമീനല്ലേ ഉള്ളൂ. അത് ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് വെള്ളത്തിലൊന്ന് അലിയിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കരിമീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇത് അത്യാവശ്യമൊക്കെ ക്ലീൻ ചെയ്തതാണ്, പക്ഷെ ചില ഭാഗങ്ങളൊന്നും ആയിട്ടില്ല. ഒരുമാതിരി ഇപ്രാവശ്യം ആദ്യ കറുപ്പ് ഭാഗമൊക്കെ പോയാണ് വന്നത്, പക്ഷെ ചിലപ്പോൾ ഒട്ടും പോകത്തില്ല. അപ്പം ഞാനിതിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കത്തി കൊണ്ടിങ്ങനെ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറുപ്പ് ഭാഗം എല്ലാം പോവും. ഇത് സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഒരു ചെറിയ കരിങ്കല്ല് എപ്പോഴും കാണുമല്ലോ, ഇങ്ങനെ മീൻ ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ ആറ്റുമീനൊക്കെ കിട്ടുമ്പോഴത്തേനും ഉരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കരിങ്കല്ല് ഇങ്ങനെ കാണും. അപ്പോൾ അതേലിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേനും ഈ കറുപ്പ് ഭാഗങ്ങളൊക്കെ അങ്ങ് പോവും. അങ്ങനെയായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൽ. ഇപ്പം നമുക്കതൊന്നും നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാത്തതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ വാളംപുളി വെള്ളത്തിലിട്ട് ഒരു 10-20 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് ഇതിൻ്റെ കറുപ്പ് ഭാഗമൊക്കെ പോയി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരും. പിന്നെ ഞാനത് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സിമ്പിൾ മാരിനേഷന് അതും കൂടുന്ന കണ്ടിട്ട് വരാം. വളരെ സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ്, ഒന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് അങ്ങ് പുരട്ടി കൊടുക്കുക. ഇത് കുറച്ച് നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നന്നായിട്ട് പിടിക്കും. അപ്പം ഓരോരുത്തരുടെ സൗകര്യം പോലെ അതൊക്കെ വെച്ചിട്ട് ഇതങ്ങ് ഇനി നമുക്ക് പൊളിക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാരിനേഷൻ പരിപാടികളൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഉച്ചക്കത്തേക്കുള്ള ഒരുമാതിരി ചോറും ചീരത്തോരന്, പിന്നെ ഇന്നലത്തെ ഇടിഞ്ചക്ക തോരന്, അതെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ പുളിശ്ശേരി, അതെല്ലാം ആയിരിക്കുകയാണ്. ഇനി ഈ കരിമീനും കൂടെ ഒന്ന് പൊള്ളിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഒന്ന് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കരിമീൻ പൊള്ളിച്ച് തുടങ്ങി ഈ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇന്നലെ ഞാൻ പൊതിച്ചോറിൻ്റെ വീഡിയോ അത് ഞാൻ ഓൾറെഡി ഇട്ട് കാണും. അപ്പം അതിൻ്റെ ഇല കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, പൊതിച്ചോറ് ഉണ്ണാൻ വാങ്ങിച്ചതിൻ്റെ. അപ്പം അത് വെച്ച് ഞാൻ വിചാരിച്ചത് അങ്ങ് പൊള്ളിക്കാമെന്ന്. പക്ഷെ ഞാൻ എല്ലാം പൊള്ളിക്കുന്നില്ല. ഞാൻ 3 എണ്ണമാണ് കിട്ടിയത്. 3 കരിമീനാണ് കിട്ടിയത്. 2 എണ്ണം ഞാൻ നോട്ട് ഫ്രീസറിനകത്ത് ആക്കിയാണ്. എന്നിട്ട് 1 എണ്ണം മാത്രമേ പൊള്ളിക്കുന്നുള്ളൂ. 1 എണ്ണം മതിയോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി. ഇന്ന് എന്താ പറയുന്നത്, എനിക്ക് കൂടുതലും പൊള്ളിക്കുന്നതിലും ഇഷ്ടം കുറച്ചുകൂടെ ഫ്രൈ ചെയ്യുന്നതാണ് സത്യത്തിൽ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച എല്ലാം ബാക്കി ഇരിപ്പില്ല. അപ്പോൾ 1 എണ്ണം അങ്ങ് പൊള്ളിച്ച് എടുക്കാമെന്ന്.
അപ്പോൾ അപ്പോൾ ഇതിനാദ്യം ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ആ ഫ്രൈ ചെയ്യുന്നതിനൊപ്പം പൊള്ളിക്കുന്നതിൻ്റെ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചതച്ചല്ല, ഇത് അരിഞ്ഞെടുക്കുന്നത് നല്ലത് കുറച്ചുകൂടെ. അപ്പം നമുക്ക് കരിമീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ മസാലയൊക്കെ ഇത് ചെയ്യുന്നത്. മസാലയൊക്കെ അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ മസാല ഒക്കെ പൊള്ളിക്കാനുള്ള മസാലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തല്ല, വഴച്ചെടുക്കുന്നത്. ഞാനിത് തിരിച്ചിട്ട് ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സാധാരണ രീതി നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ വറുത്തിട്ട് ആണ് ഇത് മസാല വെക്കുന്നത്. എനിക്ക് കൂടുതലും എന്താ പറയുന്നത്, അതാണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെയ്ത് നോക്കിയതിൽ. അതുകൊണ്ട് ഇനി നമുക്ക് സബോള തക്കാളി വേണം. തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, എടുക്കണം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ തക്കാളി, ഈ 2 തക്കാളി ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഞാൻ ഒരു തക്കാളി അതിലെ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ബാക്കി സാധാരണ രീതി കട്ട് ചെയ്തു. പിന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. ഫിഷ് ഫ്രൈ ഇവിടെ എന്താ പറയുന്നത്, എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഈ മീൻ വറക്കാൻ നേരത്തെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് ഞാൻ ഇനി മസാലയ്ക്കകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. ഞാൻ എന്താ പറയുന്നത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മസാലയ്ക്കകത്ത് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല. ചിലപ്പോൾ ഓവറായിട്ട് എരിവായാലോ. കാശ്മീരി മുളക് പൊടിയാണ്, വേണമെങ്കിൽ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഈ മസാലയ്ക്കകത്ത് തന്നെ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചും ചെയ്യാം. ഞാനിപ്പം തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. ഈ മസാലയ്ക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാൻ സാധാരണ രീതിയിലാണ് ഇപ്പം ചെയ്യുന്നത്. ഓൾറെഡി കുറച്ച് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ തേങ്ങാപ്പാലും കൂടെ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, തേങ്ങാപ്പാൽ എടുക്കാനുള്ള ഒരു ചെറിയ മടി. ഞാൻ മറ്റേ ക്യാനും പൊടിയും എപ്പോഴും എടുക്കുക ചെയ്യുന്നത്. ക്യാനും എന്താ പറയുന്ന പൊടിയും ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും സവോളയും എല്ലാം ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും
കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. കാരണം ഈ എണ്ണയ്ക്കകത്ത് ഉപ്പ് കാണും. ഇപ്പം ഇച്ചിരി കറുത്തിരിക്കുന്ന മീൻ വറുത്ത എണ്ണയിൽ നമ്മൾ ചെയ്തുകൊണ്ടാണ്. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല. മീൻ വറുത്ത എണ്ണയിൽ നമ്മൾ ഇത് വഴറ്റുന്നതുകൊണ്ടാണ് ഇത് ഇച്ചിരി ആ ഒരു കറുത്ത നിറം. ഒട്ടും കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതിൽ നല്ല ടേസ്റ്റ് കൂടത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മളിത് വഴറ്റുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെരിഞ്ചീരകം ഒക്കെ ഇട്ട് മൂപ്പിക്കാം കേട്ടോ. ചിലവരത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പം ചെയ്യും, ചിലപ്പം ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ പെരിഞ്ചീരകം ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഈ പറഞ്ഞത് തേങ്ങാപ്പാല് ഓരോരുത്തർക്കും സൗകര്യമുള്ള രീതിയിൽ ചെയ്യുക. ഇനി തക്കാളിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വഴലട്ടെ. തക്കാളി നന്നായിട്ട് ഈ വഴലുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഈ കയ്യുടെ ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയായിരുന്നു. അപ്പം ചുമ്മാ പുറത്തു ജസ്റ്റ് എന്ന് വെച്ചാൽ ഈ ജംഗ്ഷൻ വരെ ഒന്ന് പോയായിരുന്നു. ഇത് ഇട്ടുകൊണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇപ്പോഴൊക്കെ കാണുന്നത് ഈ ക്യാമറയിൽ കൂടെ കണ്ടപ്പോഴാണ് കാണുന്നത്. ഇതിനിപ്പം ഞാൻ ഇന്ന് നനയ്ക്കാനിടാനുള്ള അതുകൊണ്ടാണ് മാറിയിട്ട്. നമ്മളിത് റെഡിയാക്കി എടുത്തു. ഇനി ഇതിൻ്റെ നടുക്കലത്തെ, അതിന് മുമ്പ് ഞാൻ ഇത് പറയാൻ മറന്നു, ഇതിൻ്റെ നടുക്കലത്തേത് ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു നാരാണ് ഞാൻ കെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. മറ്റേത് എല്ലാവരുടെയും കയ്യിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ വാഴനാര് വെച്ച് കെട്ടിയാൽ മതി. ഇത് വാഴനാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ നാരെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നാരിങ്ങ് കട്ട് ചെയ്തെടുത്തു. പുറകേന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ കെട്ടാനുള്ള കാര്യം കിട്ടും. അപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞൊരു മസാല പരുവത്തിലാവട്ടെ. സ്വല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ ആക്ച്വലി എൻ്റെ ക്യാമറ ആംഗിൾ ശരിയല്ല. സ്വല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ആക്ച്വലി ഞാൻ എടുത്തു വെക്കണമെന്ന് വിചാരിച്ച, പക്ഷെ ഇന്ന് മൊത്തത്തിൽ ഞാൻ എല്ലാം ചെയ്തു വന്നപ്പോഴത്തേനും അങ്ങ് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് പുറത്തേക്കൊന്ന് വെള്ളം പറയാൻ പോകാനും പിന്നെ കുറച്ച് പരിപാടിക്ക് പുറത്ത് പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇപ്പം ഈ മസാലയ്ക്കകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ചില സമയത്ത് നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന രീതിയിൽ അങ്ങ് അബദ്ധത്തിൽ ഇച്ചിരി കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ പുറകിൽ നിന്ന് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണ്ട. അപ്പം ഇനി നമുക്ക് ഈ മസാല ഈ ഇലയിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ ആക്ച്വലി മത്തി പൊള്ളിച്ചതിൻ്റെ വീഡിയോ, അയില പൊള്ളിച്ചതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടില്ല. കാരണം കരിമീൻ ഞങ്ങൾ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ശ്രീഹരിക്കും എനിക്ക് രണ്ടും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ശ്രീഹരിക്ക് ഇഷ്ടമാണ് കരിമീൻ പൊള്ളിച്ചത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അത് എന്താ പറയുന്നത് ഫ്രൈ ചെയ്താൽ മതി. പക്ഷെ എനിക്ക് പൊതുവെ കൂടുതലും കരിമീൻ പൊള്ളിച്ചതിലും എനിക്കിഷ്ടം നമ്മുടെ സാധാരണ കരിമീൻ വറക്കുന്നതാണ്. അതാണ് ഞാൻ കൂടുതലും അത് ചെയ്യാൻ എനിക്കൊരു മടി വരുന്നൊരു കാര്യം. അപ്പം നമുക്ക് ഇത്
ടേസ്റ്റൊക്കെയാണ്, കരിമീൻ പൊള്ളിച്ചതൊക്കെ ടേസ്റ്റൊക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കരിമീൻ പൊള്ളിച്ചത് അല്ലെങ്കിൽ കരിമീൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ എനിക്കിന്ന് ഈ വാഴയില ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു കരിമീൻ കിട്ടിയപ്പം എന്തുകൊണ്ട് പൊള്ളിച്ചുകൂടാ. ശ്രീഹരിക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം ചെയ്ത്. ഞാൻ കൂട്ടും, പക്ഷെ എനിക്ക് ഫ്രൈ സാധാരണ നമ്മൾ മീൻ വറക്കുന്ന പോലെ വറക്കുന്നതാണ് കരിമീൻ പൊള്ളിച്ചതിലും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എല്ലാം മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്കിത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡിയായി, ഇവിടെ ഇലയും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഇലയിലേക്ക് ആദ്യം മസാല വെക്കാം. ഇത്രയും വലിയ ഇല വേണ്ടായോ എന്ന് എനിക്കൊരു ഡൗട്ട്. കുഴപ്പമില്ല, ഏതായാലും ഇത് വൃത്തിയായിട്ട് മടങ്ങിയിരിക്കുമല്ലോ. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല ഇതിൻ്റെ മേളിലേക്ക് വെക്കാം. പിന്നെ നമ്മുടെ കരിമീൻ വറുത്തത് വെക്കാം. ഇതെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു മീനാണ്, അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇന്ന് ഞാൻ അതാണ് ഇച്ചിരി മൂപ്പിച്ചൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ മേളിലേക്ക് 2 തക്കാളിയും ഒരു കറിവേപ്പിലയുടെ തണ്ട് നമുക്കിങ്ങനെ ഒരു വെച്ചാണ് ഇവരിതൊക്കെ കണ്ടിരിക്കുന്നത്. നമ്മൾ ഹോട്ടലിൽ ചെന്ന് കരിമീൻ ഓർഡർ ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മടക്കാം. മടക്കിയിട്ട് അയ്യോ എത്തത്തില്ല, ഇങ്ങനെ കെട്ടി വെക്കണം. ഒന്നുകൂടെ ഇതിട്ട് കെട്ടാം. കെട്ടി ഇനി ആ സെയിം പാത്രത്തിൽ വെച്ച് നമുക്ക് 2 സൈഡും പൊളിച്ചെടുക്കാം. പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് 2 സൈഡും അങ്ങ് പൊള്ളിച്ചെടുക്കണം. ഇതിനകത്തേക്ക് വെച്ച് അടച്ചാൽ മതി. ഇതുകൊണ്ട് നമുക്ക് അങ്ങ് അടയ്ക്കാം. നമുക്കിനി തിരിച്ചിടാം. ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. നമുക്കിനി തുറന്ന് നോക്കാം. ഹായ്, ആക്ച്വലി മീൻ പൊള്ളിച്ചതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റൊക്കെയാണ്. എനിക്ക് എന്തായിരുന്നു ഇങ്ങനെ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് അപ്പം ഞാൻ ശ്രീഹരിക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് വിളമ്പി. പുളിശ്ശേരിയും ഇടിഞ്ചക്ക തോരനും ചീരത്തോരനും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ മീൻ പൊള്ളിച്ചതും. പിന്നെ ഞാൻ പിന്നാണ് കഴിച്ചത്, കാരണം എന്താ പറയുന്നത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടങ്ങ് പോയി. എനിക്കൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു, അതുകൊണ്ട്. ഹായ്, അപ്പം ഞാൻ ശ്രീഹരിക്ക് ഫുഡ് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശ്രീഹരിക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ പോയി വേഗം മീലൊക്കെ ചെയ്തു. നല്ല കരിമീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്കൊന്ന് ഞാൻ ശ്രീഹരിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇപ്രാവശ്യം എടുത്തില്ല. ഞാൻ വിചാരിച്ച ഒരെണ്ണം മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നായിരിക്കും. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിച്ചായിരുന്നു. പിന്നെ അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോകുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥലം ഒന്നും കാണാൻ പോകുന്നില്ല. ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എൻഡ് ക്ലിപ്പും കൂടെ എടുത്തിട്ട് അങ്ങ് പോകാമെന്ന്. എന്തായാലും റെഡി ആയില്ലേ.
അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം. എലമെൻറ്റ്സ് മോളിൽ തന്നെയാണ്, അങ്ങനെ വേറെ എവിടെയും പ്രത്യേകിച്ച് ഒന്നും പോകുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് ട്രൈ ചെയ്യാത്തവർ കരിമീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.